തൃക്കാക്കര ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അവിടെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. തിരുവോണമായതുകൊണ്ട് ക്ഷേത്രത്തിൽ തൊഴാനും അതുപോലെ തന്നെ അവിടെ നിന്ന് സദ്യ കഴിച്ചു മടങ്ങാനുമായി ഒരുപാട് ആളുകൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തിരുവോണ ദിനത്തിൽ ചില സ്പെഷ്യൽ ചടങ്ങുകളൊക്കെ അവിടെ രാവിലെ തൊട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ മാമനെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ പഴയ മാവേലിയെ ചവിട്ടി താത്തുന്നതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ചടങ്ങുകളൊക്കെ അവിടെ രാവിലെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞതാ സദ്യ വിളമ്പി തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മന്ത്രി പി രാജീവ് കുടുംബസമേതം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ബെന്നി ബെഹനാൻ MP ഉണ്ട്. ഇപ്പോൾ ഇലയിൽ അവിടെ വിളക്കിന് മുന്നിൽ വെച്ചിട്ടുള്ള ഇലയിൽ ഓരോ വിഭവങ്ങളായി അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഭക്തർക്ക് ഓണസദ്യ കൊടുക്കുക. വലിയ തിരക്ക് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് സദ്യ കഴിച്ച് മടങ്ങാനായി ഇന്നത്തെ ദിവസം അതൊരു കുറച്ചുകൂടി സ്പെഷ്യലാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പുളയിലയിൽ ഓരോ വിഭവങ്ങളായി വിളമ്പുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുസ്തഫ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. മുസ്തഫ, ആളുകൾക്ക് അവിടെ എത്തിച്ചേർന്നുള്ള ഭക്തർക്കും സദ്യ വിളമ്പി തുടങ്ങിയോ? ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ഹാളിനകത്ത് കയറിയിട്ടുള്ള VIP-കൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇനിയിപ്പോ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഹാളിനകത്ത് കയറിയിട്ടുള്ള VIP-കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അകത്ത് ഭക്ഷണം വിളമ്പുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഫ്രണ്ട് റോയിൽ നിന്നിരുന്ന ആളുകളൊക്കെ ഈ ഹാളിലെ അകത്താണ് ഭക്ഷണം കഴിക്കുക. തൊട്ടപ്പുറത്ത് പന്തലിട്ട് പ്രത്യേകമായി ഒരു പക്ഷേ ഒറ്റ പന്തിയിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ അവിടെയും ഭക്ഷണം കഴിക്കും. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ വിളമ്പിയത് മുതൽ അങ്ങോട്ട് വൈകുന്നേരം വരെ സദ്യ, തൃക്കാക്കര സദ്യ, വളരെ വിഭവസമൃദ്ധമായ സദ്യ അതിന് തുടക്കമായിരിക്കുകയാണ്. എന്തായാലും നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തൃക്കാക്കരയുടെ ഈ ഓണം നാളുകളെ ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നതാണ് ഇന്ന്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും, നേരത്തെ ഒരാൾ നമുക്ക് ബൈറ്റ് തന്ന ഒരു ചേട്ടൻ പറഞ്ഞത് ഇത്തവണ കഴിഞ്ഞ തവണ 20,000 ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. കാര്യം ഈ നബിദിനൊക്കെ വന്നതുകൊണ്ട് ഇതിലേക്ക് വരുന്ന സാധാരണ മറ്റു മതസ്ഥരായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ ഒന്ന് അവരുടെ എണ്ണം കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഞാനത് സൂചിപ്പിച്ചത് അത്രയധികം ആളുകൾ ഈ ജാതിമത വ്യത്യാസമന്യേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ സദ്യ കഴിക്കുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് എല്ലാ വർഷവും എത്താറുണ്ട്. ഇപ്പോൾ തന്നെ മന്ത്രി പി രാജീവാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം കുടുംബസമേതമാണ് ഈ സദ്യക്ക് എത്തിയിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ബെന്നി ബെഹനാൻ MP ഉണ്ട്. അദ്ദേഹവും കുടുംബസമേതം എത്തിയിരിക്കും. കഴിഞ്ഞ വർഷവും ഇതേ ദിവസം തിരുവോണ നാളിൽ അവരൊക്കെ ഈ രണ്ടുപേരും കുടുംബസമേതം എത്തിയിരുന്നു. അത് മുടങ്ങാതെ നടക്കുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ഒരു ചടങ്ങാണ്. അല്ലെങ്കിൽ ഈ ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒക്കെ ഭാഗമാവുക എന്നതുകൂടിയാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഈ തൃക്കാക്കര ഉത്സവത്തോടനുബന്ധിച്ചുള്ള തിരുവോണ ദിനത്തിലുള്ള പ്രത്യേക സദ്യ, നേരത്തെയൊക്കെ അത് കഴിഞ്ഞ 28 ദിവസങ്ങളിൽ ചിങ്ങം മുതൽ ഇന്ന് വരെയുള്ള ഈ 28 ദിവസങ്ങളിൽ അങ്ങനെയായിരുന്നു പണ്ട് കാലത്തൊക്കെ ഈ ഉത്സവവും ആഘോഷവും ഉണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കാലക്രമേണ അത് ചുരുങ്ങി അത്തം മുതൽ തിരുവോണം വരെ എന്നുള്ളൊരു ചടങ്ങിലേക്ക് മാറി. അതിനുശേഷമാണിപ്പോൾ അത്തത്തിന് പൂക്കളം ഇട്ട് ഇവിടുത്തെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാവുന്നു. ഇന്ന് ഈ തിരുവോണ സദ്യയും കഴിഞ്ഞ് വൈകിട്ട് മറ്റു ചില ചടങ്ങുകൾ ഉൾപ്പെടെ കഴിഞ്ഞാണ് ഈ ഉത്സവം അവസാനിക്കുന്നത്. പക്ഷേ ആ ഉത്സവത്തിൻ്റെ സമാപനവും ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രൗഢിയുമൊക്കെ വിളിച്ചോതിക്കൊണ്ടാണ് തിരുവോണ സദ്യ. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓണസദ്യ എന്നതുൾപ്പെടെ തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രൗഢി, കഴിഞ്ഞ കാലങ്ങളിലുള്ള പാരമ്പര്യമൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനുകളൊക്കെ പറഞ്ഞതുപോലെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഘോഷ പരിപാടി അല്ലെങ്കിൽ സദ്യ എന്നുൾപ്പെടെ ഇപ്പോൾ മന്ത്രി രാജീവിൻ്റെ പ്രതികരണമാണ് കേൾക്കുന്നത്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഓണസദ്യ വിളമ്പി തുടങ്ങിയിരിക്കുകയാണ്.
മന്ത്രി പി രാജീവ് കുടുംബസമേതമാണ് അവിടെ ഓണസദ്യ കഴിക്കാനായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്തായാലും അവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തർക്കും ഇന്ന് ഓണസദ്യയുണ്ട്. വൈകിട്ട് 4 മണിവരെയെങ്കിലും അവിടെ ഓണസദ്യ വിളമ്പും എന്നാണ് വിശദവിവരങ്ങൾ നൽകിയത്. അതുപോലെ തന്നെ ഈ തിരുവോണവുമായി ബന്ധപ്പെട്ടുള്ള ചില സ്പെഷ്യൽ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ പുരോഗമിച്ചു വരികയും ചെയ്യുന്നുണ്ട്.